ദുബായിലെ ദീപാവലി ആഘോഷങ്ങൾക്ക് വർണ്ണശബളമായ തുടക്കം. നഗരത്തിലെ പ്രധാന വിനോദ കേന്ദ്രമായ അൽ സീഫിൽ ഒരുക്കിയ പ്രധാന വേദിയിൽ കേളികെട്ടോടെയാണ് നൂർ പ്രകാശത്തിന്റെ ഉത്സവം എന്ന പേരിലുള്ള ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ദുബായ് പോലീസിന്റെ ബാൻഡ് സംഘം ഒരുക്കിയ സംഗീത പരിപാടിയായിരുന്നു ആദ്യ ദിവസത്തെ മുഖ്യാകർഷണം. ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷം ഒരുക്കുന്നത്. ദുബായ് അൽസീഫിലെ പ്രധാന വേദിയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഫറാസ് എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായത്. ദുബായ് പോലീസിന്റെ ബാൻഡ് സംഘം ഒരുക്കിയ സംഗീത പരിപാടി കാണികൾ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. സൂപ്പർ ഹിറ്റ് ഹിന്ദി ഗാനങ്ങൾ ദുബായ് പോലീസ് ബാൻഡ് സംഘം വേദിയിൽ വായിച്ചു. ടീം വർക്ക്സ് ആർട്ടാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. 19-ാം തീയതി വരെ അൽസീഫിലെ പ്രധാന വേദിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. Diwali is a period of joy, happiness. Of course, it illuminates everybody's lives. This festival will be true to its reputation. Since last year, there's been overwhelming crowd response, as you can see there. ഒക്ടോബർ 18-ന് ദുബായ് ഒപ്പേറയിൽ സംഗീത സംവിധായകൻ ഇളയരാജ നയിക്കുന്ന സംഗീത പരിപാടി, ഇത്തിസലാത്ത് അക്കാദമിയിൽ ആൻഡ്രിയ ജെർമിയയുടെ സംഗീത പരിപാടി എന്നിവയും ഉണ്ടാകും. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ബ്രാൻഡുകൾ 75% വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. Big retail promotions across the city. You have a lot of gold and jewelry offers and big raffle draws with prizes up to $500,000 dirhams just during the Diwali period alone. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഒക്ടോബർ 18, 24, 25 തീയതികളിൽ കരിമരുന്ന് കലാപ്രകടനവും ഉണ്ടാകും. ബുർജുമാൻ മാൾ, ദേറ സിറ്റി സെന്റർ, ഷിന്തക സിറ്റി സെന്റർ എന്നിവിടങ്ങളിൽ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടികളും കലാപരിപാടികളും അരങ്ങേറും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് വിലക്കിഴിവും സമ്മാന പദ്ധതിയും ദുബായിലെ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായിലെ ദീപാവലി ആഘോഷങ്ങളുടെ പ്രധാന വേദിയായ അൽസീഫിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.